വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിദഗ്ധ സംഘം 2 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകി. 12 സ്ഥലങ്ങൾ സന്ദർശിച്ച് 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിനായി കണ്ടെത്തി ശുപാർശ ചെയ്തു. അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളുമൊക്കെ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിദഗ്ധ സംഘം ഈ സമയത്തിനുള്ളിൽ 2 റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത്. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകി. 12 സ്ഥലങ്ങൾ സന്ദർശിച്ച 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിനായി കണ്ടെത്തി ശുപാർശ ചെയ്തിട്ടുണ്ട്. അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളും റിപ്പോർട്ടിലുണ്ട്. ലതീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. ലതീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദുരന്തബാധിത പ്രദേശങ്ങൾ, ഉരുൾപൊട്ടലുണ്ടായ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ഇന്ന് കൈമാറിയിരിക്കുന്നത്. 2 റിപ്പോർട്ടുകളാണ് സംഘം കൈമാറിയത്. ഒന്ന്, നിലവിലെ സ്ഥലങ്ങൾ, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങൾ എത്ര കണ്ട് സുരക്ഷിതമാണ് എന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും, മറ്റൊന്ന് പുനരധിവാസം എവിടെയൊക്കെ ആവാം എന്നത് സംബന്ധിച്ചുമുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ദുരന്ത മേഖലയിലെ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ ഈ പറയുന്ന ചൂരൽമല, മുണ്ടക്കൈ, അതേപോലെ തന്നെ പുഞ്ചിരിമട്ടം തുടങ്ങിയ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം 12 സ്ഥലങ്ങൾ, മറ്റ് 12 സ്ഥലങ്ങൾ സന്ദർശിച്ചതിൽ 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിന് യോഗ്യമാണ് എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടും ഈ വിദഗ്ധ സംഘം നൽകിയിട്ടുണ്ട്. ഈ പുഴയിൽ നിന്നുള്ള ദൂരം, ഭൂമിയുടെ ചെരിവ്, നീർച്ചാൽ, ഒഴുക്ക് തുടങ്ങിയവ പരിഗണിച്ചാണ് അപകട മേഖലകൾ ഈ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 12 മറ്റ് സ്ഥലങ്ങൾ സർക്കാർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമെല്ലാം നിർദ്ദേശിച്ച 5 സ്ഥലങ്ങൾ, 12 സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാവുന്ന 12 സ്ഥലങ്ങൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. അതിൽ 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിന് യോഗ്യമാണ് എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നിലവിൽ ഈ വിദഗ്ധ സംഘം സർക്കാരിന് മുമ്പിൽ നൽകിയിട്ടില്ല. ഈ പ്രദേശങ്ങൾ വീണ്ടും സന്ദർശിച്ച് അക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തി പഠനം നടത്തിയായിരിക്കും അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിദഗ്ധ സംഘം 2 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകി. 12 സ്ഥലങ്ങൾ സന്ദർശിച്ച 5 സ്ഥലങ്ങൾ പുനരധിവാസത്തിനായി കണ്ടെത്തി ശുപാർശ ചെയ്തു. അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.